ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേവബാല ദേവരാജനെയും കൂട്ടി അകത്ത് കയറിയിട്ട് വാതിൽ വലിച്ചടയ്ക്കും. ചന്തു അവിടെ തന്നെ നിൽക്കും. ദേവബാല ജനാലയിലൂടെ അവനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് വളരെ മോശമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അവന്റെ നേരെ ഫോൺ കാണിച്ചിട്ട് പറയും, നീ ഇത് കണ്ടോടാ, ഇതിനകത്ത് എല്ലാം ഉണ്ട്. നിന്റെ യൂണിഫോം എവിടെയടാ? ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണോ സർക്കാർ വണ്ടി എടുത്ത് നീ ഇവിടം വരെ വന്നത്? വനിതാ പോലീസ് എന്തിയടാ? ഞങ്ങൾക്കെതിരെ എന്ത് കേസ് ഉണ്ടടാ? ഉണ്ടെങ്കിൽ നീ തെളിയിച്ച് കാണിക്കടാന്നും പറഞ്ഞ് ചന്തുവിനെ വെല്ലുവിളിക്കും. നീ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചതും എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതും ഒക്കെ ഈ ഫോണിലുണ്ട്. കേസ് വേറെ ലെവലിൽ പോവടാ. അതിനെന്താ വേണ്ടെന്നൊക്കെ ഈ ദേവബാലയ്ക്ക് അറിയാം. എനിക്കിനി ഒന്നും നോക്കാനില്ല. എന്റെ അച്ഛന്റെ ദേഹത്താ നീ കൈവച്ചത്. നിന്റെ തൊപ്പി തെറിപ്പിക്കാതെ ദേവബാല ഇനി പച്ചവെള്ളം കുടിക്കില്ലടാ. ഇത് സത്യം, സത്യം, സത്യം. ദേവബാല അവിടുന്ന് ദേഷ്യത്തോടെ അകത്തേക്ക് തന്നെ കയറി പോകുന്നുണ്ട്. ചന്തു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പ്രമീള ജനലിലൂടെ നോക്കുമ്പം ചന്തു നടന്നു പോകുന്ന കാണും. പ്രമീളയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. ചന്തുവിനെ അകത്ത് കയറ്റാനും പറ്റുന്നില്ല, ഒന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ദേവരാജൻ പ്രമീളയെന്ന് വിളിക്കുമ്പോൾ പ്രമീള അയാളുടെ അടുത്തേക്ക് ചെല്ലും. അയാൾ ചോദിക്കും, എന്താ പ്രമീള ഇത്? അയാളെ അകത്ത് വിളിച്ചെത്തി സൽക്കരിക്കണമെന്നുണ്ടോ? അവൻ ഇവിടെ വന്ന് കാണിച്ച തോന്നിവാസമൊക്കെ പ്രമീള നേരിട്ട് കണ്ടതാണല്ലോ. പ്രമീള പറയും, ചന്തു ഇവിടെ വന്നത് അഭിയെ കാണാനല്ലേ, അതിന് അനുവദിക്കാത്തോണ്ടല്ലേ. അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളാന്ന് മാഷിന് മനസ്സിലാവില്ല. അഭിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാ ചന്തു. ദേവരാജൻ ഒരു പുച്ഛാണ്. പ്രമീള ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിലും അഭിയെ കാണാൻ വരുന്നവരെയൊക്കെ എന്തിനാ ഇങ്ങനെ തടയുന്നത്? അവരൊക്കെ അഭിയെ കണ്ടിട്ട് പോകത്തല്ലേ ഉള്ളൂ, അല്ലാതെ ഇവിടുന്ന് നിധിയൊന്നും കട്ടെടുത്തോണ്ട് പോവില്ലല്ലോ. അതോ ഇനി ഞാനറിയാതെ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? ദേവരാജൻ ചോദിക്കും. പ്രമീള എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? മാഷിന്റെ മോളുടെ അസുഖം കാരണം അവളോട് എനിക്കൊരു സഹതാപം ഉണ്ടായിരുന്നു. അഭി താലി കെട്ടിയ പെണ്ണിന്റെ കൂടെ തന്നെ ജീവിക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷെ അഭിയോടും അവനോട് അടുപ്പമുള്ളവരോടും നിങ്ങളിപ്പം കാണിക്കുന്നതൊക്കെ കണ്ടോണ്ട് നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നതൊക്കെ പ്രമീള ആരോടെങ്കിലും പറയുമെന്നാണോ? ഇത് കേട്ടോണ്ട് വരുന്ന ദേവു പറയും, ഇവരാരോടും ഒന്നും പറയില്ല അച്ഛാ. ദേഷ്യത്തോടെ പ്രമീളയുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട് ദേവു. മോളെ, അവരെ ഒന്നും ചെയ്യണ്ടെന്നും പറഞ്ഞ് ദേവരാജൻ ദേവുവിനെ മാറ്റി പിടിക്കും. ദേവു പറയും, പറയുന്നതിന് മുമ്പ് ഇവരുടെ നാവരിഞ്ഞ് ഞാൻ താഴെ ഇടും. ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ ഇവരെ കൊല്ലാന്ന്, ഒരീച്ച പോലും അറിയാതെ മണ്ണിനടിയിലാക്കാന്ന്. പ്രമീള ഒരു ഞെട്ടലോടെയാണ് അത് കേൾക്കുന്നത്. ദേവരാജനും പ്രതീക്ഷിച്ചില്ല ദേവു ഈ സമയം അങ്ങനെ പറയുമെന്ന്. ദേവു ദേഷ്യത്തോടെ പറയും, കണ്ണനങ്കിൾ പറഞ്ഞതൊക്കെ സത്യ അച്ഛാ. വീട്ടിനുള്ളിൽ നമ്മൾ വളർത്തിയ പാമ്പ് തന്നെ ഇവര്. സ്നേഹം നടിച്ച് നമ്മളോട് ഒട്ടി നിന്നിട്ട് എല്ലാ കാര്യം ശത്രുക്കൾക്ക് ചോർത്തി കൊടുക്കുമായിരുന്നു. അഭിയേഷ്യം കൂടി ഒന്നിപ്പിക്കാനാ ഇവര് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാച്ചാ ഇവരിവിടെ നിൽക്കുന്നത്? അഭിയുടെ അമ്മയൊന്നും അല്ലല്ലോ, അമ്മായിയല്ലേ. സ്വന്തം ഭർത്താവിനെ പോലും ഉപേക്ഷിച്ച് ഇവരിവിടെ വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയ ലാഭം ഇവര് മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇഷ പണക്കാരിയല്ലേ. ഇഷയെ അവനും കൂടി കല്യാണം കഴിച്ച് ജീവിക്കുമ്പം സ്വത്തിന്റെ ഒരു ഭാഗം കൊടുക്കാന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. പ്രമീളയ്ക്ക് ഇതൊക്കെ കിട്ടേണ്ടത് തന്നെയാ. അഭി പ്രമീളയോട് ആ വീട്ടിൽ നിന്ന് പോവാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാ ദേവുവിനെയൊക്കെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി. അന്നേരം ദേവു ആണ് പ്രമീള അവിടെ പിടിച്ചു നിർത്തിയത്. ആൻറ്റി പോവരുത്, ആൻറ്റി പോയി കഴിഞ്ഞാൽ അഭി ഞങ്ങളെ ഇറക്കി വിടും, ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ്. ദേവു ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ പ്രമീളയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെയാണ് വരുന്നത്. ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണോ മോളെ ഞാൻ നിന്റെ അമ്മയെപ്പോലെയാണെന്ന് നീ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്? താലി ഉയർത്തി കാണിച്ച് ദേവബാല പറയും, ഇത് കണ്ടോ നിങ്ങള്? ഇത് പൊട്ടിച്ചെടുക്കാൻ ആര് കൂട്ടു നിൽക്കുന്നോ അവരെല്ലാവരും എന്റെ ശത്രുക്കളായിരിക്കും. അത് നിങ്ങളാണെങ്കിലും ഈ നിൽക്കുന്ന അച്ഛനായാലും. ദേവരാജനും ഒന്ന് പതറിപ്പോകും. ദേവരാജൻ പറയും, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി ഇപ്പൊ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ദേവു പറയും, ഒന്നും സംഭവിച്ചില്ലേ? ഇവരാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ചോർത്തി കൊടുക്കുന്നത്. ഇവര് പറഞ്ഞത് കൊണ്ടാ ചന്ദ്രബാബു അന്ന് ആ കുപ്പി കൊണ്ടുപോയത്. ഇപ്പൊ ഇവര് വിളിച്ചിട്ടാ ചന്ദ്രബാബു ഇവിടെ വന്നതും അച്ഛനെ തല്ലിയതും. ദേവരാജൻ പറയും, ഇതൊക്കെ ചെയ്തത് പ്രമീളയാണെങ്കിലും നമുക്ക് അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവൂ. മോൾ എന്താ ചിന്തിച്ചത്? പോലീസ് യൂണിഫോമിന്റെ ബലത്തിൽ ഒരാളെന്റെ കവിളത്ത് തല്ലിയപ്പം ഞാൻ അങ്ങ് പേടിച്ചു പോകുമെന്നോ? ഞാനിപ്പം മിണ്ടാതിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ അടി അവന് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാ. മോളിപ്പം പകർത്തിയ ആ വീഡിയോ ഉണ്ടല്ലോ, അത് നമ്മുടെ ബലവാ. വാറണ്ട് ഇല്ലാതെ വീട്ടിൽ കയറി വരാനുള്ള അധികാരമൊന്നും പോലീസിനില്ല. പിന്നെ മോളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും എന്നെ അടിച്ചതും ഒക്കെ നമുക്ക് വലിയ ബലം തന്നെയാ. മോളെ, ഈ ചന്ദ്രബാബുവിന്റെ തൊപ്പി തെറിക്കുമെന്ന് മാത്രമല്ല, നാളെ ഇതുവഴി കാക്കിയിട്ട് ഒരു പോലീസുകാരൻ പോലും വരില്ല. അവരൊന്ന് പേടിക്കും. പോലീസിന്റെ ഭീഷണി ഉണ്ടെന്നും പറഞ്ഞ് കോടതിയിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ ഓർഡറും കൂടി വാങ്ങിച്ചാൽ പിന്നെ ഇഷ അടക്കമുള്ളവർക്ക് ഇങ്ങോട്ടൊന്ന് കയറണമെങ്കിൽ മുട്ട് വിറയ്ക്കും. മോളെ, എനിക്ക് കിട്ടിയ ഈ അടി അവന്റെ തൊപ്പി എന്ന് തെറിക്കുന്നോ അതിന്റെ പിറ്റേന്ന് പലിശ സഹിതം ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. അതിന് അധികം താമസമൊന്നും ഇനി ഉണ്ടാവില്ല. ഇനി പ്രമീള നേരത്തെ ചോദിച്ചതിനുള്ള ഉത്തരം, പ്രമീള അറിയാതെ ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോന്ന്. നീ അറിയാതെയും അറിഞ്ഞും ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പുറത്തു പോയി പറയാൻ നിനക്ക് പറ്റില്ല. ഇവള് പറഞ്ഞ പോലെ നാക്കരിയുമെന്നോ കൊന്ന് കെട്ടിത്തൂക്കുമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇത്രയും നാളും ഇവിടെ ഉണ്ടായിട്ടും
ഇതിനോടൊന്നും എന്താ പ്രതികരിക്കാത്തേന്ന് ഞങ്ങൾ മറുചോദ്യം ചോദിക്കും. അഭിഷേകിനോട് ഞങ്ങൾ ക്രൂരത കാണിക്കുന്നു എന്നാണ് പ്രമീള പറയുന്നെങ്കിൽ അതിന് കൂട്ടു നിൽക്കുന്നതും ഒരു ക്രൈം തന്നെയാണ് പ്രമീളെ. പ്രമീളയ്ക്ക് ഞങ്ങളോട് നീരസം തോന്നിയപ്പം കാലുമാറിയതെന്ന് ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ പ്രമീളയ്ക്കും കിട്ടും. പ്രമീളയാണെങ്കിൽ ഒരു ഞെട്ടലോടെയാണ് ദേവരാജൻ പറയുന്നതെല്ലാം കേട്ട് നിൽക്കുന്നത്. പ്രമീള പറയണം, അങ്ങനെ ശിക്ഷ കിട്ടിയാലും കുഴപ്പമില്ല, അഭിയുടെ കൂടെ ഞാൻ നിൽക്കത്തുള്ളൂ എന്ന്. അതാ വേണ്ടത്. എൻ്റെ മോളിങ് വന്നേന്നും പറഞ്ഞ് ദേവുവിനെയും കൂട്ടി ദേവരാജൻ പോകുമ്പോഴത്തേക്കും പ്രമീള പുറകെന്ന് പറയുന്നുണ്ട്, ഇതൊന്നും ദൈവം പൊറുക്കത്തില്ല മാഷേ. ദേവരാജൻ പറയും, ദൈവമൊക്കെ പൊറുക്കും പ്രമീളെ, അവർക്ക് മക്കളുണ്ടെങ്കിൽ. ഈ സമയം ചന്തു വീടിനകത്ത് കടക്കാനുള്ള മാർഗങ്ങൾ നോക്കുവാണ്. അവൻ ബാൽക്കണിയിലേക്ക് ചാടുന്നുണ്ട്. അവിടുന്നുള്ള ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല. അവൻ ആ ഡോറ് തുറന്ന് അകത്ത് കയറും. അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പോലീസിനോടാ അവളുടെ ഒരു കളി. അവളൊന്ന് വരട്ടിയ മുട്ടും മടക്കി പോകുന്നവരാ പോലീസുകാരെന്നായിരിക്കും അവൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. എത്രയും പെട്ടെന്ന് അഭിഷേകിന്റെ അടുത്ത് എത്തണമെന്നും പറഞ്ഞ് ചന്തു താഴേക്ക് നടക്കും. ഈ സമയം ദേവരാജനും ദേവും കൂടി ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. അവിടെയെങ്കിലും ചന്തുവിനെ കാണാതെ വരുമ്പോൾ അവർ വാതിൽ തുറന്നു നോക്കും. ചന്തുവിനെയും കാണാനില്ല, അവന്റെ ജീപ്പും ഇല്ല അവിടെ. അവൻ പോയി മോളെ, ചെയ്തു പോയതിന്റെ പ്രത്യാഘാതം എത്രയായിരിക്കും അവൻ ഇപ്പോഴായിരിക്കും ഓർമ്മ വന്നത്. പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ലല്ലോ. ദേവു പറയും, അവൻ എല്ലാവരോടും കളിക്കുന്ന പോലെ നമ്മളുടെ അടുത്തും കളിക്കാൻ നോക്കിയതാ. പോലീസ് എന്ന് കേൾക്കുമ്പോഴേ വരണ്ട് മുട്ടുകുത്തുവെന്നാ അവൻ കരുതിയിരുന്നത്. മോളിങ് വാ മോളെ, അവന് ഞാൻ കളി എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കാം. ദേവരാജനെ ചൊറിഞ്ഞ എന്താ സംഭവിക്കാന്ന് അവൻ അറിയണല്ലോ എന്നും പറഞ്ഞ് അവരകത്ത് കയറും. മോൾ ആ വാതിലങ്ങ് അടച്ചേക്കാൻ പറയും. ചന്തു അന്നേരം പറയും, ആ വാതിൽ ഇനി അടച്ചിട്ടും കാര്യമില്ല മാഷേന്ന്. അന്നേരമാണ് ചന്തുവിനെ അവർ കാണുന്നത്. ശരിക്കും അവർക്കതൊരു അമ്പരപ്പാണ്. ദേവുവിന് ദേഷ്യം വരുന്നുണ്ട്. ചന്തു പറയും, ഇത്രയും രഹസ്യമായിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം നീക്കുമ്പം എന്തേ ടെറസിലെ വാതിലടയ്ക്കാൻ മറന്നുപോയത്? ചന്തു അഭിയുടെ റൂമിലേക്ക് നടക്കുമ്പോഴത്തേക്കും എടാന്നും പറഞ്ഞ് ദേവു പുറകെ ചെന്ന് ചന്തുവിനെ പിടിച്ചു വെക്കാൻ നോക്കും. ദേഷ്യം വന്ന ചന്തു ദേവുവിനെ തള്ളിയിടുന്നുണ്ട്. ചന്തു അഭിയുടെ റൂമിലേക്ക് കയറുമ്പം വീണ്ടും ദേവു പുറകെ ചെല്ലാൻ തുടങ്ങുമ്പോൾ ദേവരാജൻ അവളെ തടഞ്ഞു വെക്കും. വേണ്ട മോളെ, നീ നിൽക്ക്, പറയുന്ന കേൾക്കുന്നൊക്കെ പറയും. ചന്തു അന്നേരം തന്നെ വാതിലടച്ച് കുറ്റിയിടും. അന്നേരമാണ് അഭി ചന്തുവിനെ കാണുന്നത്. അഭിക്ക് സന്തോഷവും സങ്കടവും എല്ലാം കൂടി ചേർന്നൊരവസ്ഥയാണ്. ചന്തുവേട്ടാന്ന് വിളിക്കുമ്പം ചന്തു അഭിയുടെ അടുത്ത് ചെന്നിരിക്കും. ചന്തുവേട്ടാന്നും വിളിച്ച് അഭി കരയുവാണ്. ദേവു വന്ന് വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ മനസ്സിലാവും അത് ലോക്കാന്ന്. തുറക്കുന്നും പറഞ്ഞ് ദേവു കതകിൽ മുട്ടി വിളിക്കുന്നുണ്ട്. ചന്തു ഒന്നും അത് മൈൻഡ് ചെയ്യില്ല. അഭിയോട് അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്? ദേവു നിന്നെ ഉപദ്രവിക്കുന്നുണ്ടോ? അഭി ഒരു കരച്ചിലോടെ പറയും, ഇതിലും ഭേദം എന്നെ ജയിലിൽ ഇടുന്നായിരുന്നു ചന്തുവേട്ടാ. ഞാൻ എത്തിയില്ലേ, ഇനി എല്ലാം ശരിയാക്കാമെന്ന് ചന്തു പറയും. ദേഷ്യം വരുന്ന ദേവു അടുക്കളയിലേക്ക് വന്ന് കത്തി തപ്പുന്നുണ്ട്. കത്തി കൈ കിട്ടുമ്പം അതുമായി മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ ദേവരാജൻ വന്ന് അവളെ തടഞ്ഞു നിർത്തി അവളുടെ നിന്ന് കത്തി തിരികെ വാങ്ങും. പ്രമീളെ അടുക്കളയിൽ തന്നെയുണ്ട്. എടാ എടുത്തുചാട്ടം ഒന്നിനൊരു പരിഹാരം അല്ല. ചന്ദ്രബാബു ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം എന്റെ മോള് മറന്നോ? അയാളെ ഉപദ്രവിക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മോൾ ഇങ്ങ് വാന്നും പറഞ്ഞ് ദേവുവിനെയും കൂട്ടി ദേവരാജൻ ഹാളിലേക്ക് വരും. എന്നിട്ട് പറയും, നീ ആയിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അവന്റെ ജോലി കളയാനുള്ള പണിയെല്ലാം കണ്ണേട്ടം നോക്കുന്നുണ്ടല്ലോ. നമ്മുടെ കുടുംബത്തിൽ കയറി നമ്മളെ ആക്രമിച്ചതിന് അവൻ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അഭിയുടെ വീട്ടിലിട്ട് അഭിയെ ദ്രോഹിച്ചതിന് ഇവരും കണക്ക് പറയേണ്ടി വരില്ലേ? ദേവു തന്നോട് ചെയ്ത ഓരോ കാര്യങ്ങളും അഭി സങ്കടത്തോടെ ചന്തുവിനോട് പറയുന്നുണ്ട്. എല്ലാം കേട്ടിട്ട് ചന്തു പറയും, ഒരു പെണ്ണിന് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കഥകളിലൊക്കെ കേൾക്കുന്നതിലും അപ്പുറം ഇത്. വേണമെങ്കിൽ ദേവബാലയ്ക്കെതിരെ കേസ് കൊടുക്കാം, പക്ഷെ അതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. പുരുഷ പീഡനം എന്ന വാക്ക് തന്നെ പരിഹാസ്യവാ. പീഡനം ഏൽക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകതരം സ്പീഷ്യസ് ആണല്ലോ പുരുഷൻ. ആണുങ്ങളെ ഉരുക്കുകൊണ്ടാണല്ലോ നിർമ്മിച്ചേക്കുന്നത്. അവരെ എത്രത്തോളം ദ്രോഹിച്ചാലും സിനിമയിൽ പോലും ഒരു വാർണിംഗ് കൊടുക്കില്ല. എന്നാൽ ഒരു സ്ത്രീയെ വഴക്ക് പറയുന്ന രംഗമാണെങ്കിലോ സ്ത്രീകളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നത് വലിയ കുറ്റകരമാണെന്നും പറഞ്ഞ് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി കാണിക്കും. ആ നീതി തന്നെ ഇവിടെയും പ്രതീക്ഷിച്ചാൽ മതി. നമ്മളിപ്പം ദേവബാലയ്ക്കെതിരെ കേസ് കൊടുത്ത കൗണ്ടർ കേസ് കൊടുത്ത് അവള് പിടിച്ചു നിൽക്കും. മറ്റൊരു വഴി ദേവബാലയ്ക്ക് ഭ്രാന്താന്ന് വരുത്തി അവളെ ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാ. പക്ഷെ അതും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കുറെ കടമ്പകളുണ്ട്. അഭി പറയും, ഒന്നും വേണ്ട ചന്തുവേട്ടാ, അവക്കെതിരെ കേസ് എടുക്കുകയോ അവളെ ശിക്ഷിക്കുകയോ ഒന്നും വേണ്ട. എന്നെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാൽ മതി. ഈ രാക്ഷസ കോട്ടയിൽ നിന്നും ആ യക്ഷിയുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. സത്യമായിട്ടും ഞാൻ ഇവിടെ കിടന്ന ചത്തുപോകും ചന്തുവേട്ടാ. ഒരു പോലീസ് ഓഫീസറായിട്ടല്ല, എന്റെ ഒരു ചേട്ടനായി കണ്ട് ഞാൻ ചോദിക്കുക, എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാമോ? ചന്തു പറയും, തെറ്റ് എന്റേതാ അഭി. നിന്നോട് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത് ഞാനാ. അന്ന് എന്തെങ്കിലും ഒരു പോംവഴി ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു. എന്താണെങ്കിലും ഇത്രയായില്ലേ, ഇന്നൊരു രാത്രി കൂടി നീ ക്ഷമിക്ക്. നേരം വെളുത്ത ഉടനെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. നീ സമാധാനമായിട്ടിരിക്കെ, ഞാൻ കൂടെ തന്നെയുണ്ട്. പുറത്തെ ബഹളമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങട്ടെ അഭി. അഭി പറയും, ചന്തുവേട്ട അവളെ സൂക്ഷിക്കണം. ചന്തു പറയും, ഭ്രാന്തിന്റെ ലേബൽ ഉള്ളതുകൊണ്ട് ഇതുവരെ അങ്ങനെയായിരുന്നു. എന്നാൽ നിന്നെ ഈ അവസ്ഥയിൽ കണ്ടതോടെ അതങ്ങ് മാറി. ഇനി അവളാ സൂക്ഷിക്കേണ്ടത്. അവളെക്കാൾ ഭ്രാന്തെടുത്ത് നിൽക്കുമോ ഞാൻ? അവളെ കാണുമ്പം അറിയാതെ എന്തെങ്കിലും ഞാൻ ചെയ്തു പോവോന്നാ എന്റെ ഭയം. വരട്ടെ അഭിന്നും പറഞ്ഞ് അവനെ ഒന്ന് തലോടി ചന്തു അവിടെ നിന്ന് ഇറങ്ങും.
അടുക്കളയിലേക്ക് വരുമ്പോൾ അവിടെ പ്രമീളെ കാണുന്നുണ്ട്. പ്രമീളയോട് പറയും, എന്നാലും ആന്റി ഇവിടെ ഉണ്ടായിട്ടാണോ അഭി ഇവിടെ കിടന്ന് ഇത്രത്തോളം അനുഭവിച്ചത്? ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള മാഷ് ഇതൊക്കെ ചെയ്യുന്നത് സ്വന്തം മകൾക്ക് വേണ്ടിയാണെന്നെങ്കിലും പറയാം. എന്നാൽ ആന്റിയോ? ആന്റിയുടെ മരുമകനല്ലേ അവൻ? അവനല്ലേ ഒരു പുഴുവിനെ പോലെ ആ ബെഡിൽ കിടന്ന് നരകിക്കുന്നത്? അവനെ നോക്കാൻ വേണ്ടിയല്ലേ ആന്റി ഇവിടെ വന്ന് നിന്നത്? എന്നിട്ട് ദേവബാല അവനെ ഇട്ട് ഇത്രത്തോളം ദ്രോഹിക്കുമ്പം ആന്റിക്ക് എങ്ങനെ തോന്നി സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് വേറൊരു മുറി കിടന്ന് ഉറങ്ങാൻ? പ്രമീള പറയുന്നുണ്ട്, ഞാനൊന്നും അറിഞ്ഞില്ലായിരുന്നു ചന്തുമോനെ. ദേവു എന്നോട് പറഞ്ഞിരുന്നു ആ മുറിയിൽ കയറരുതെന്ന്. അഭിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഞാൻ ഈ വീട്ടിൽ ഇല്ലാന്നുമാണ്. അഭിയെ നല്ലപോലെ നോക്കുന്നുണ്ടെന്നാ അച്ഛനും മോളും എന്നോട് പറഞ്ഞിരുന്നത്. അഭിക്ക് നല്ല ഭക്ഷണം കൊടുത്ത് നല്ല കെയർ കൊടുത്ത് ദേവബാല നോക്കുമ്പം അഭിയുടെ ആ ക്രെഡിറ്റ് ഒക്കെ ദേവബാലയ്ക്ക് കിട്ടി. അഭിയുടെ സ്നേഹം അവളിലേക്ക് വരാൻ വേണ്ടിയാന്ന് പറഞ്ഞപ്പം പൊട്ടിയായ ഞാനത് വിശ്വസിച്ചു. എൻ്റെ അഭിമോനെ ആ യക്ഷി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുവാന്ന് അറിയുമായിരുന്നെങ്കിൽ ഏത് പാതിരാത്രിയാണെങ്കിലും ശരി എനിക്കൊന്നും നോക്കാനില്ലായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി ഞാൻ വിളിച്ചു കൂവിയനെ. എന്നാൽ ആ മുറിയിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരില്ല. അതുകൊണ്ടാ ദേവബാല അങ്ങനെ ഒരു മുറി തന്നെ അഭിക്ക് വേണ്ടി ഒരുക്കിയെടുത്തത്. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും അഭിയെ രക്ഷിക്കാന്നൊക്കെയാണ് ചന്തു പറഞ്ഞേക്കുന്നത്. അതിനു മുമ്പ് ചന്തുവിൻ്റെ തൊപ്പി തെറിക്കോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ. ദേവബാലയ്ക്കും അച്ഛനും എത്രയും വേഗം തന്നെ നല്ലൊരു ശിക്ഷ കിട്ടട്ടെ.